കർക്കടക മാസത്തിലെ ഒരു കറുത്ത വാവു ദിവസം പോലെയായിരുന്നു ആകാശിന്റെ ജീവിതം. ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ അച്ഛനും അമ്മയും അവനെ തനിച്ചാക്കി മടങ്ങി. പുകയുന്ന ചിതയ്ക്കരികിൽ നിന്ന് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പുണ്ണി എന്ന വലിയ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാടാ മോനെ, അങ്കിളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് അപ്പുണ്ണി ആകാശിനെ തന്റെ തോളോട് ചേർക്കുമ്പോൾ ആ 7 വയസ്സുകാരൻ വിചാരിച്ചത് തനിക്ക് മറ്റൊരു വീട് കിട്ടിയെന്നാണ്. പക്ഷെ ആ വീടിന്റെ പടിവാതിൽക്കൽ കാത്തിരുന്നത് സ്നേഹമായിരുന്നില്ല. അപ്പുണ്ണിയുടെ വീടിന്റെ മുന്നിൽ സ്കൂട്ടർ വന്ന് നിന്നപ്പോൾ നേരം സന്ധ്യയായിരുന്നു. വിളക്ക് വെക്കുന്ന നേരത്ത് മഴ നനഞ്ഞൊട്ടി ഒരു കുഞ്ഞിനെയും കൊണ്ടുവരുന്ന ഭർത്താവിനെ കണ്ട് സുലഭ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. അവരുടെ കണ്ണുകളിൽ ഒരുതരം കടുപ്പമുണ്ടായിരുന്നു. ഇതാര്? രാഘവന്റെ മോനല്ലേ? ഇതിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സുലഭയുടെ ചോദ്യം ഒരു ചാട്ടുളി പോലെ ആകാശിന്റെ നെഞ്ചിൽ തറച്ചു. സുലഭേ, അവിടെ ആരുമില്ല. പാവം കുഞ്ഞ്, അവനിനി നമ്മുടെ കൂടെ വളരും, അപ്പുണ്ണി വിനയത്തോടെ പറഞ്ഞു. സുലഭയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നമ്മുടെ കൂടെയോ? തെരുവിൽ കിടന്ന ഏതോ തെണ്ടിച്ചക്കനെ നോക്കാൻ എനിക്ക് സൗകര്യമില്ല. നമുക്ക് 4 വയസ്സുള്ള ഒരു മോളുണ്ട്, അവളെ കഷ്ടപ്പെട്ടാ വളർത്തുന്നത്. അതിനിടയിൽ വേറൊരു കുരിശിനെ കൂടി ചുമക്കാൻ വയ്യ. ആകാശ് ആ വാക്കുകൾ കേട്ട് അപ്പുണ്ണിയുടെ മുണ്ടിന്റെ തുമ്പിൽ മുറുക്കി പിടിച്ചു. ആ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഉള്ളിലെ സങ്കടം പുറത്തു വരാതിരിക്കാൻ അവൻ അതരം കടിച്ചു പിടിച്ചു. അവൻ ഇവിടെ നിൽക്കും, അതെന്റെ തീരുമാനമാണ്. അപ്പുണ്ണി ആദ്യമായി സുലഭയോട് ഉറക്കെ സംസാരിച്ചു. സുലഭ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ പോകുന്നതിന് മുമ്പ് ആകാശിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളുടെ സൂചനയുണ്ടായിരുന്നു. അപ്പുണ്ണിയുടെ മകൾ മാളു വാതിലിന്റെ മറവിൽ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. പേടിയോടെ നിൽക്കുന്ന ആ ചേട്ടനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. അവൾ പതിയെ പുറത്തേക്ക് വന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന മിഠായി ആകാശിന് നേരെ നീട്ടി. പക്ഷെ പെട്ടെന്ന് സുലഭയുടെ ശബ്ദം അകത്തുനിന്ന് കേട്ടു. മാളു, ഇങ്ങോട്ട് വന്നേ. അവിടെ പോയി നിൽക്കണ്ട. അപ്പുണ്ണി ആകാശിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോൻ വിഷമിക്കണ്ട, സുലഭയ്ക്ക് ദേഷ്യമായത് കൊണ്ടാണ്, പതുക്കെ ശരിയാവും. രാത്രിയിൽ ചായ്പിലെ ഒരു തഴപ്പായയിൽ കിടക്കുമ്പോൾ ആകാശ് കണ്ടത് മഴയത്ത് തന്റെ അച്ഛനും അമ്മയും ദൂരെ നിന്ന് നോക്കുന്നതാണ്. അപ്പുണ്ണി അങ്കിളിനെ വിഷമിപ്പിക്കാതിരിക്കാൻ താൻ എല്ലാം സഹിക്കുമെന്ന് ആ കുഞ്ഞ് ആ രാത്രിയിൽ സ്വയം ഉറപ്പിച്ചു. പക്ഷെ പിറ്റേന്ന് വെളുപ്പിന് തന്റെ ഉറക്കത്തിലേക്ക് സുലഭ ഒഴിച്ച ഒരു കിണ്ടി പച്ചവെള്ളം അവനെ ഞെട്ടിച്ചുണർത്തി. എഴുന്നേറ്റ് പോടാ, ഉമ്മറ മടിച്ചു വാരിയിട്ട് അടുക്കളയിലേക്ക് വാ, ചുമ്മാ തിന്നുകൊഴുക്കാൻ വന്നേക്കുവാ. സുലഭയുടെ ശകാരത്തോടെ അവന്റെ ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങി. ആകാശിന്റെ ഓരോ പുലരിയും തുടങ്ങുന്നത് സുലഭയുടെ പരുഷമായ ശബ്ദത്തിലായിരുന്നു. അപ്പുണ്ണി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ വീട് മറ്റൊരു ലോകമായി മാറും. 7 വയസ്സുകാരനായ ആകാശ് ആ വീട്ടിലെ ഒരു കുട്ടിയായിരുന്നില്ല, പകരം കൂലിയില്ലാത്തൊരു വേലക്കാരനായിരുന്നു. സ്കൂളുകൾ തുറക്കുന്ന കാലമായപ്പോൾ അപ്പുണ്ണി 2 പേർക്കും പുതിയ ബാഗും കൊടയും വാങ്ങി വന്നു. മാളുവിനെ പട്ടണത്തിലെ വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സുലഭ ചേർത്തത്. അവൾക്ക് മിന്നിത്തിളങ്ങുന്ന യൂണിഫോമും പുതിയ ഷൂസും കിട്ടി. എന്നാൽ ആകാശിന്റെ കാര്യം വന്നപ്പോൾ സുലഭ തടസ്സവാദവുമായി വന്നു. ഇവനെ അത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല. അടുത്തുള്ള സർക്കാർ സ്കൂളിൽ പോയാൽ മതി, അവിടെ ഉച്ചക്കഞ്ഞി കിട്ടുമല്ലോ, അതെങ്കിലും ലാഭിക്കാം. അപ്പുണ്ണി എതിർക്കാൻ നോക്കിയെങ്കിലും ആകാശ് പതുക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു. അച്ഛനെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യൻ തന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് അവന് സഹിക്കാനാവില്ലായിരുന്നു. അങ്ങനെ മാളു വലിയ വണ്ടിയിൽ സ്കൂളിൽ പോകുമ്പോൾ ആകാശ് കീറിയ കുടയുമായി കിലോമീറ്ററുകൾ നടന്ന് സർക്കാർ സ്കൂളിലേക്ക് പോയി. സ്കൂൾ വിട്ട് വന്നാൽ ആകാശിന് വിശ്രമമില്ല. അടുക്കളയിലേക്ക് വിറക് ചുമക്കണം, പറമ്പിലെ കരിയിലകൾ തൂത്തുവാരി തീ കൊടുക്കണം, മാളുവിന്റെ സൈക്കിൾ കഴുകി വെക്കണം. പലപ്പോഴും മാളുവിനും അപ്പുണ്ണിക്കും നൽകുന്ന നല്ല ഭക്ഷണം ആകാശിന് കിട്ടാറില്ല. മീൻകറിയിലെ കഷ്ണങ്ങൾ മാളുവിനും മീൻ വറുത്തതിന്റെ ബാക്കി വന്ന എണ്ണ കലക്കിയ ചോറ് ആകാശിനും. ഒരു ദിവസം രാത്രിയിൽ വിശപ്പ് സഹിക്ക വയ്യാതെ അവൻ അടുക്കളയിൽ ബാക്കി വന്ന ഒരു കഷ്ണം ചക്കപ്പഴം എടുത്തു കഴിച്ചു. അത് കണ്ട സുലഭ അവന്റെ കൈത്തണ്ടയിൽ കത്തുന്ന വിറക് കൊള്ളി കൊണ്ട് പൊള്ളിച്ചു. കക്കാൻ പഠിക്കുന്നോടോ തെണ്ടിച്ചക്കനെ. അവരുടെ അലർച്ച കേട്ട് മാളു ഓടി വന്നു. പേടിച്ചു വിറച്ച മാളു ആകാശിന്റെ നീറുന്ന കൈകളിൽ നോക്കി കരഞ്ഞു. പക്ഷെ ആകാശ് കരഞ്ഞില്ല. അവൻ പല്ലിഞ്ഞെരിച്ച് ആ വേദന സഹിച്ചു. അമ്മയുടെ ക്രൂരതകൾ മാളുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സുലഭ ഉറങ്ങുന്ന നേരം നോക്കി മാളു ആകാശിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കുടുക്കയിൽ സ്വരൂപിച്ചു വെച്ച കുറച്ച് മിഠായികളും ഒരു ചെറിയ ബിസ്ക്കറ്റ് പാക്കറ്റും അവൾ അവന് നീട്ടി. ഏട്ടാ, ഇത് കഴിച്ചോ, അമ്മ കാണണ്ട. ആകാശിന്റെ കണ്ണുകൾ അന്ന് ആദ്യമായി നിറഞ്ഞു. തനിക്ക് വേണ്ടി കരുതുന്ന ഒരാൾ ആ വീട്ടിലുണ്ടല്ലോ എന്ന ആശ്വാസം അവന് നൽകിയ കരുത്ത് ചെറുതല്ലായിരുന്നു. നീ ഇത് എടുത്തു വെച്ചോ മാളു, അമ്മ കണ്ടാൽ നിന്നെയും തല്ലും. അവൻ സ്നേഹത്തോടെ അവളെ തടഞ്ഞു. ഏട്ട പഠിച്ച് വലിയ ആളാവില്ലേ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കാം. മാളുവിന്റെ ആ നിഷ്കളങ്കമായ വാക്കുകൾ ആകാശിന്റെ മനസ്സിൽ ഒരു തീപ്പൊരിയായി മാറി. ആ കഷ്ടപ്പാടിനിടയിലും താൻ പഠിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. ഒരു വൈകുന്നേരം അപ്പുണ്ണി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഒരു മൂലയിൽ തണുത്തു വിറച്ച് പഠിക്കുന്ന ആകാശിനെയാണ്.
അവന്റെ നോട്ട്ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുത്തിന്റേതിനേക്കാൾ തിളക്കമുണ്ടെന്ന് അപ്പുണ്ണി തിരിച്ചറിഞ്ഞു. എന്നാൽ സുലഭയുടെ അടുത്ത നീക്കം ആകാശിന്റെ പഠനം തന്നെ നിർത്താനായിരുന്നു. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ആകാശ് ഇപ്പോൾ 10ാം ക്ലാസ്സിലും മാളു 7ാം ക്ലാസ്സിലുമാണ്. ദാരിദ്ര്യവും അവഗണനയും ആകാശിനെ പക്വതയുള്ള ഒരു കൗമാരക്കാരനാക്കി മാറ്റിയിരുന്നു. സുലഭയുടെ ക്രൂരതകൾക്ക് കുറവൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ തീവ്രമാവുകയും ചെയ്തു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ ചായ്പിൽ നിലാവിന്റെ വെളിച്ചത്തിരുന്ന് ആകാശ് പഠിച്ചു. മാള് തന്റെ മുറിയിലെ ജനൽ വഴി അമ്മ കാണാതെ ഒരു ടോർച്ച് ലൈറ്റ് അവന് കൈമാറി. പലപ്പോഴും അവൾ തന്റെ പഴയ നോട്ട്ബുക്കുകൾ കീറി അവന് എഴുതാൻ നൽകി. ഏട്ടൻ വിഷമിക്കണ്ട, ഏട്ടൻ ജയിക്കും, അവൾ അവനോട് രഹസ്യമായി പറയുമായിരുന്നു. ഒരു ദിവസം ആകാശിന് കടുത്ത പനി ബാധിച്ചു. എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. സുലഭ അവന് ഭക്ഷണം നൽകിയില്ലെന്ന് മാത്രമല്ല, അപ്പുണ്ണി ഇല്ലാത്ത നേരം നോക്കി മുറ്റം അടിച്ചുവാരാൻ അവനെ നിർബന്ധിച്ചു. പനിച്ചു വിറച്ച് മുറ്റമടിക്കുന്നതിനിടയിൽ ആകാശ് കുഴഞ്ഞു വീണു. മാള് ഓടിവന്ന് അവന്റെ തല മടിയിൽ വെച്ച് കരഞ്ഞു. അമ്മേ, ഏട്ടൻ മരിച്ചു പോകും, ഒന്ന് നോക്കമ്മേ. മാളുവിന്റെ കരച്ചിൽ കേട്ട് സുലഭ അടുത്തേക്ക് വന്നത് സ്നേഹത്തോടെയല്ല. അഭിനയിക്കുവാടാ തെണ്ടിച്ചക്ക എന്ന് പറഞ്ഞ് അവർ അവനെ ചവിട്ടാൻ തുനിഞ്ഞു. പെട്ടെന്നാണ് ജോലി കഴിഞ്ഞ് അപ്പുണ്ണി എത്തിയത്. ആ കാഴ്ച കണ്ട് അദ്ദേഹം തകർന്നുപോയി. ആദ്യമായി അപ്പുണ്ണി സുലഭയുടെ നേർക്ക് കൈയോങ്ങി. ഇവൻ എന്തെങ്കിലും പറ്റിയ നീ ഈ വീട്ടിൽ ഉണ്ടാവില്ല. അന്ന് രാത്രി അപ്പുണ്ണി അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. മടങ്ങി വരുമ്പോൾ ആകാശ് അപ്പുണ്ണിയുടെ കൈ പിടിച്ച് പറഞ്ഞു, അങ്കിളെ, എനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കരുത്. ഞാൻ പഠിക്കും, എങ്ങനെയെങ്കിലും ഞാൻ വലിയ ഒരാളാകും. അന്ന് അങ്കിളിനെ ഞാൻ പൊന്നുപോലെ നോക്കും. 10ാം ക്ലാസ് ഫലം വന്നപ്പോൾ ആകാശ് സംസ്ഥാന തലത്തിൽ തന്നെ റാങ്ക് ജേതാവായി. സ്കൂൾ മാനേജ്മെന്റ് അവന് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. സുലഭയുടെ തടസ്സങ്ങളെ മറികടന്ന് ആകാശ് തന്റെ ലക്ഷ്യത്തിലേക്ക് ആദ്യത്തെ വലിയ ചുവട് വെച്ചു. പക്ഷെ അപ്പോഴും സുലഭയുടെ ഉള്ളിലെ വെറുപ്പ് ഒരു കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ മിന്നും വിജയം ആകാശിന് പുതിയൊരു ആത്മവിശ്വാസം നൽകി. സ്കോളർഷിപ്പ് ലഭിച്ചതോടെ സുലഭയ്ക്ക് പണത്തിന്റെ പേരിൽ അവനെ തടയാൻ കഴിഞ്ഞില്ല. ടൗണിലെ ഗവൺമെന്റ് കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടി. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ ഒട്ടും മാറിയിരുന്നില്ല. കോളേജ് ജീവിതവും അതിജീവനവും. കോളേജിൽ പോയി തുടങ്ങിയെങ്കിലും ആകാശിന്റെ ദിനചര്യകൾ കഠിനമായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് തൊഴുത് വൃത്തിയാക്കണം, പത്രം വിതരണം ചെയ്യണം. അതിനുശേഷം വേണം കോളേജിലേക്ക് കിലോമീറ്ററുകൾ നടക്കാൻ. മാളി ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയിരുന്നു. അവൾക്ക് എല്ലാ സൗകര്യങ്ങളും സുലഭ ഒരുക്കി നൽകി. ട്യൂഷനും പുതിയ വസ്ത്രങ്ങളും മാളുവിന് കിട്ടുമ്പോൾ ആകാശ് തന്റെ പഴയ യൂണിഫോം തുന്നിക്കൊണ്ട് കോളേജിൽ പോയി. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ആകാശ് കണ്ടത് സുലഭ മാളുവിനെ തല്ലുന്നതാണ്. കാരണം തിരക്കിയപ്പോൾ ആകാശിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. മാള് തന്റെ ഉച്ചഭക്ഷണം കഴിക്കാതെ ആകാശിന് കൊടുക്കാൻ വേണ്ടി പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്റെ വീട്ടിലെ ആഹാരം മോഷ്ടിച്ച് ആ തെണ്ടിക്ക് കൊടുക്കാൻ നീ ആരാടി? സുലഭയുടെ അലർച്ച കേട്ട് ആകാശ് ഇടയിൽ കയറി. അമ്മ, അവളെ തല്ലണ്ട, എനിക്ക് വിശപ്പില്ല. മാളു, നീ ഇത് കഴിക്ക്. ആകാശ് തന്റെ വിശപ്പ് മറച്ചുവെച്ച് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും മാളുവിന്റെ കണ്ണുനീർ അവനെ തളർത്തി. അമ്മയോടുള്ള വെറുപ്പല്ല, മറിച്ച് താൻ കാരണം മാളു അനുഭവിക്കുന്ന വേദനയായിരുന്നു അവനെ സങ്കടപ്പെടുത്തിയത്. ഓണക്കാലം വന്നപ്പോൾ അപ്പുണ്ണി 2 പേർക്കും കോടി വസ്ത്രങ്ങൾ വാങ്ങി. മാളുവിന് പട്ടുപാവാടിയും ആകാശിന് ഒരു മുണ്ടും ഷർട്ടും. എന്നാൽ അപ്പുണ്ണി ഇല്ലാത്ത നേരം നോക്കി സുലഭ ആകാശിന്റെ ഷർട്ട് വെട്ടിമുറിച്ച് തറതുടക്കാനുള്ള തുണിയാക്കി മാറ്റി. നിനക്ക് എന്തിനാടാ പുതിയ തുണി? പണിക്ക് പോകുന്നവന് പഴയതുപോലെ, അവർ പുച്ഛത്തോടെ ചോദിച്ചു. ആകാശ് ഒന്നും മിണ്ടിയില്ല. അവൻ ആ കീറിയ തുണി കൊണ്ട് തന്നെ കണ്ണുനീർ തുടച്ചു. പക്ഷെ ആ രാത്രിയിൽ മാള് തന്റെ അച്ഛനോട് വാശി പിടിച്ച് മറ്റൊരു ഷർട്ട് വാങ്ങിച്ചു. അതവൾ ആകാശിന് നൽകിയത് അമ്മ കാണാത്തൊരു നിമിഷത്തിലായിരുന്നു. ആകാശിന്റെ പുസ്തകങ്ങൾക്കിടയിൽ ഒരു കുറിപ്പും അവൾ വെച്ചു. ഏട്ടൻ തോറ്റു കൊടുക്കരുത്. സിവിൽ സർവീസ് എന്ന സ്വപ്നം. കോളേജിലെ അധ്യാപകർ ആകാശിന്റെ ബുദ്ധിശക്തി തിരിച്ചറിഞ്ഞ് അവനെ സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. രാജ്യത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാകുക എന്ന സ്വപ്നം അവന്റെ മനസ്സിൽ വേരൂന്നി. പക്ഷെ അതിനുള്ള പുസ്തകങ്ങൾ വാങ്ങാനോ കോച്ചിങ് പോകാനോ അവന്റെ കയ്യിൽ പണമില്ലായിരുന്നു. അവധി ദിവസങ്ങളിൽ അവൻ കെട്ടിടം പണിക്ക് പോയി. കടുത്ത വെയിലിൽ സിമന്റ് ചട്ടിയും കല്ലും ചുമക്കുമ്പോഴും അവന്റെ മനസ്സ് ഭരണഘടനയിലെ വകുപ്പുകളിലായിരുന്നു. അവന്റെ അധ്വാനം കണ്ട മേസ്തിരി ചോദിച്ചു, എന്തിനാ മോനെ ഇത്ര കഷ്ടപ്പെടുന്നത്? എനിക്കൊന്ന് ജയിക്കണം അങ്കിളെ. എന്നെ തെണ്ടിയെന്ന് വിളിച്ചവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കണം. അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഡിഗ്രി പരീക്ഷയിൽ സർവകലാശാലയിൽ 1ാം റാങ്കോടെ ആകാശ് വിജയിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ആകാശിന് മുന്നിൽ സുലഭ ഒരു നിബന്ധന വെച്ചു. പഠിച്ചത് മതി, ഇനി വല്ല ജോലിക്കും പോയി മാളുവിന്റെ കല്യാണത്തിന് പണം കണ്ടെത്തണം, അല്ലാതെ ഈ വീട്ടിൽ നിനക്കിടമില്ല. അപ്പുണ്ണി നിസ്സഹായനായി നോക്കി നിൽക്കെ ആകാശ് തന്റെ തുണികൾ ഒരു പഴയ ബാഗിലാക്കി പടിയിറങ്ങാൻ നേരം അവനെ മാളുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ പോവുകയാണ് മാളു, പക്ഷേ ഞാൻ മടങ്ങി വരും, നിനക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരാളായിട്ട്. പട്ടിണിയും പരിവട്ടവുമായി ഡൽഹിയിലെ ഒരു ചെറിയ മുറിയിലേക്ക് ആകാശ് യാത്ര തിരിച്ചു. അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് മാളു രഹസ്യമായി നൽകിയ അവളുടെ കുടുക്കയിലെ സമ്പാദ്യമായ കുറച്ച് നാണയത്തുട്ടുകൾ മാത്രമായിരുന്നു. ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളിൽ ആകാശ് തികച്ചും ഒറ്റക്കായിരുന്നു.
കൈവശമുണ്ടായിരുന്നത് കുറച്ച് വസ്ത്രങ്ങളും മാളു നൽകിയ കുടുക്കയിലെ നാണയത്തുട്ടുകളും പിന്നെ മരിക്കാത്ത കുറെ സ്വപ്നങ്ങളും മാത്രം. സിവിൽ സർവീസ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോഴും വിശപ്പ് അവനെ തളർത്തിയിരുന്നു. പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ആകാശ് ഡൽഹിയിലെ ഒരു ചെറിയ ഹോട്ടലിൽ രാത്രി ജോലിക്ക് ചേർന്നു. പകൽ ലൈബ്രറിയിലിരുന്നുള്ള കഠിനമായ പഠനം, രാത്രി പാത്രങ്ങൾ കഴുകുന്ന ജോലിയും മേശ തുടക്കലും. മാസത്തിലൊരിക്കൽ അവൻ അപ്പുണ്ണിയെ ഫോൺ ചെയ്യും. സുലഭമ്മ എന്ത് പറയുന്നു അങ്കിളെ എന്നവൻ ചോദിക്കുമ്പോൾ അപ്പുണ്ണി മൗനം പാലിക്കും. സുലഭയുടെ വെറുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് അവൻ അറിയാമായിരുന്നു. മാളുവിനെ ഫോണിൽ കിട്ടുമ്പോൾ അവൾ പറയും, ഏട്ടാ, അമ്മ എപ്പോഴും ഏട്ടനെ വഴക്ക് പറയും, പക്ഷെ ഞാൻ എപ്പോഴും ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏട്ടൻ വരുമല്ലോ അല്ലേ? ആ വാക്കുകൾ അവൻ നൽകിയ കരുത്ത് ചെറുതല്ല. ഡൽഹിയിലെ കഠിനമായ തണുപ്പിൽ പുതപ്പില്ലാതെ കിടന്നുറങ്ങിയ രാത്രികളിൽ അവനെ ചൂടുപിടിപ്പിച്ചത് ആ പഴയ വീട്ടുചായ്പിൽ അനുഭവിച്ച അപമാനത്തിന്റെ കനലുകളായിരുന്നു. പരീക്ഷാ ഹാൾ മുതൽ ഫലം വരെ 3 വർഷത്തെ കഠിനാധ്വാനം, ഉറക്കമില്ലാത്ത രാത്രികൾ. ഒടുവിൽ ആ സുദിനം വന്നു ചേർന്നു. സിവിൽ സർവീസ് ഫലം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ ടോപ്പ് റാങ്കുകാരിൽ ഒരാളായി ആകാശ് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കേഡറിൽ തന്നെ അവന് IAS ലഭിച്ചു. ആ വാർത്ത വന്നപ്പോൾ നാട്ടിൽ വലിയ ആഘോഷമായി. ടിവിയിൽ അവന്റെ ചിത്രം തെളിഞ്ഞു. അപ്പുണ്ണി സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. നാട്ടുകാർ ആകാശിന്റെ അച്ഛന്റെ പഴയ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ സുലഭ മാത്രം ആ സന്തോഷത്തിൽ പങ്കുചേർന്നില്ല. ഇത്രയും പൈസ കിട്ടിയിട്ടും അവൻ ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നാലും ആ പഴയ തെണ്ടി തന്നെയാവൻ എന്നവർ പിറുപിറുത്തു. ചുമതലയേറ്റ ശേഷം ആദ്യമായി നാട്ടിലേക്ക് മടങ്ങാൻ ആകാശ് തീരുമാനിച്ചു. ഔദ്യോഗിക വാഹനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം അവൻ ആ പഴയ വീട്ടുമുറ്റത്തെത്തി. വീടിനു മുന്നിൽ വെളുത്ത ബോർഡുള്ള സർക്കാർ വാഹനം വന്നു നിന്നപ്പോൾ സുലഭ അമ്പരന്നു പോയി. വാതിൽ തുറന്ന് വെളുത്ത വസ്ത്രമണിഞ്ഞ് ഗാംഭീര്യത്തോടെ ആകാശ് പുറത്തിറങ്ങി. അപ്പുണ്ണി അവനെ കെട്ടിപ്പിടിച്ചു. ആകാശ് കുനിഞ്ഞ് അപ്പുണ്ണിയുടെ പാദങ്ങളിൽ തൊട്ടു വന്നിച്ചു. മാളുവിന്റെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ തിളക്കം. അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. ആകാശ് പതുക്കെ സുലഭയുടെ അടുത്തേക്ക് നടന്നു. സുലഭ ഭയത്തോടെയും അതേസമയം വെറുപ്പോടെയും അവനെ നോക്കി. അമ്മേ, ഞാൻ തിരിച്ചു വന്നു. പണ്ട് അമ്മ പറഞ്ഞ ആ പഴയ തെണ്ടിച്ചെക്കനല്ല, നിങ്ങളുടെ മകനായിട്ട് തന്നെ. സുലഭ ഒന്നും മിണ്ടിയില്ല. അവർ മുഖം തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. കളക്ടറായിട്ടും ആകാശിന്റെ ഉള്ളിലെ വിനയം മാറിയിട്ടില്ലെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. പക്ഷെ ആ വീട്ടിൽ ആകാശിനെ കാത്തിരുന്നത് സന്തോഷം മാത്രമല്ല, പുതിയൊരു പ്രതിസന്ധി കൂടിയായിരുന്നു. മാളുവിനെ കാണുമ്പോഴൊക്കെ ആകാശിന്റെ ഉള്ളിൽ മറ്റൊരു വികാരം കൂടി ഉടലെടുത്തിരുന്നു. അത് കേവലം ഒരു സഹോദരനോടുള്ള ഇഷ്ടമായിരുന്നില്ലെന്ന് അവനും അവളും ഒരുപോലെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷെ സുലഭയുടെ മനസ്സിൽ മാളുവിനായി മറ്റൊരു പ്ലാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. ജില്ലാ കളക്ടറായി ആകാശ് ചുമതലയേറ്റതോടെ നാട്ടുകാർക്ക് അവനൊരു ഹീറോയായി. പഴയ വീടിന്റെ ഉമ്മറത്ത് വന്നിറങ്ങിയ ആ വെളുത്ത വാഹനം സുലഭയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആകാശ് ഇപ്പോൾ പഴയതുപോലെയല്ല. കൈവിരൽ ഞൊടിച്ചാൽ എന്തും ചെയ്യാൻ കഴിയുന്ന അധികാരമുണ്ടവന്. എങ്കിലും ആ വീട്ടിൽ കയറുമ്പോൾ അവൻ ഇന്നും ആ പഴയ 7 വയസ്സുകാരനായി മാറി. അധികാരവും വിനയവും. കളക്ടർ ഓഫീസിലെ തിരക്കുകൾക്കിടയിലും ആകാശ് അപ്പുണ്ണിയെ വിളിക്കാൻ മറന്നില്ല. ഒരു ഞായറാഴ്ച അവൻ വീട്ടിലെത്തി. എല്ലാവർക്കും സമ്മാനങ്ങളുമായാണ് അവൻ വന്നത്. സുലഭയ്ക്ക് വേണ്ടി വില കൂടിയ ഒരു പട്ടുസാരി അവൻ നീട്ടി. ഇതൊന്നും കൊണ്ടുവന്നാൽ ഞാൻ വീഴില്ല. നീ ഇത്രയൊക്കെ ആയത് എന്റെ ഈ വീട്ടിൽ ചോറ് തിന്നിട്ടല്ലേ. സുലഭ ആ സാരി വലിച്ചെറിഞ്ഞു. ആകാശ് സങ്കടത്തോടെ അത് നോക്കി നിന്നു. അപ്പുണ്ണി അവരെ ശാസിക്കാൻ നോക്കിയെങ്കിലും ആകാശ് തടഞ്ഞു. സാരമില്ല അങ്കിളെ, അമ്മയ്ക്ക് എന്നെങ്കിലും എന്നെ മനസ്സിലാകും. എന്നാൽ മാളുവിന്റെ കണ്ണുകളിൽ അന്ന് കണ്ടത് ആദരവിനേക്കാൾ വലിയൊരു തിളക്കമായിരുന്നു. ആ പഴയ ചെറിയ പെൺകുട്ടിയല്ല അവൾ ഇന്ന്. ബിരുദം കഴിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ യുവതി. അവൾ ആകാശിന്റെ അടുത്തേക്ക് വന്ന് പതുക്കെ പറഞ്ഞു, ഏട്ടൻ കൊണ്ടുവന്നത് അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്കൂ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. മനസ്സിലെ പൂമുട്ടുകൾ. ആകാശിന്റെയും മാളുവിന്റെയും സൗഹൃദം പതുക്കെ മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. കളിക്കൂട്ടുകാരൻ എന്നതിലുപരി ആകാശ് അന്നവൾക്ക് താങ്ങും തണലുമായിരുന്നു. ഒരു വൈകുന്നേരം അവർ തൊടിയിലിരുന്ന് സംസാരിച്ചു. ഏട്ടാ, എല്ലാവരും ഏട്ടനെ കളക്ടർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ എനിക്കിപ്പോഴും പഴയ ആകാശേട്ടനെ മതി, മാള് പറഞ്ഞു. ആകാശ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ വർഷങ്ങളായി ഉള്ളിലൊളിപ്പിച്ച പ്രണയം നിഴലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. സുലഭയുടെ വെറുപ്പ് മാളുവിന്റെ ജീവിതത്തെ ബാധിക്കരുത് എന്നവൻ ആഗ്രഹിച്ചു. മാളുവും ആകാശും തമ്മിലുള്ള അടുപ്പം സുലഭയുടെ കണ്ണിൽ പെട്ടു. ആകാശ് ഒരു കളക്ടറായെങ്കിലും തന്റെ മകൾ അവനെ സ്നേഹിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. തന്റെ മകളെ ഒരു ഉന്നത കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കണമെന്നും ആകാശിനെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കണമെന്നും അവർ ഉറപ്പിച്ചു. മാളു, നാളെ നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. വലിയ ബിസിനസ് കുടുംബമാണ്. നിനക്ക് ചേരുന്ന ബന്ധം അതാണ്, സുലഭ അത്താഴം കഴിക്കുന്നതിനിടയിൽ പ്രഖ്യാപിച്ചു. മാളുവിന്റെ കൈകൾ വിറച്ചു. അവൾ ആകാശിനെ നോക്കി. ആകാശിന്റെ മുഖത്ത് മ്ലാനത പടർന്നു. അപ്പുണ്ണി എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും സുലഭ അലറി, ഈ വീട്ടിൽ എന്റെ വാക്കുമതി. കളക്ടറാണെന്ന് പറഞ്ഞ് ഇവനിവിടെ വാഴണ്ട. മാളുവിനെ ഞാൻ എനിക്കിഷ്ടമുള്ളവനെ കൊണ്ടേ കെട്ടിക്കൂ. ആ രാത്രിയിൽ ആകാശ് ഉറങ്ങിയില്ല. ഒരു വശത്ത് തന്റെ കർത്തവ്യങ്ങൾ, മറുവശത്ത് തന്റെ ഹൃദയം കവർന്ന ഒരു പെൺകുട്ടി. മാള് രഹസ്യമായി ആകാശിന്റെ മുറിയിലെത്തി. അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. ഏട്ടാ,
എന്നെ അവർക്ക് വിട്ടുകൊടുക്കുമോ? ഏട്ടൻ എന്നെ ഇഷ്ടമല്ലേ? ആകാശ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എനിക്ക് നിന്നെ ജീവനാണ് മാളു. പക്ഷേ അപ്പുണ്ണിയങ്കിളിന്റെ സമാധാനം കളയാൻ എനിക്ക് വയ്യ. അമ്മയുടെ വെറുപ്പ് നീ അനുഭവിക്കരുത്. തന്റെ മകളുടെ ജീവിതം വെച്ച് സുലഭ കളിക്കാൻ പോകുന്ന വലിയ ചൂതാട്ടം അവർ പോലും അറിഞ്ഞിരുന്നില്ല. മാളുവിനായി അവർ കണ്ടെത്തിയ ആ ബിസിനസ്സുകാരൻ ആരായിരുന്നു എന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. ആകാശിന്റെ ഔദ്യോഗിക പദവി നൽകിയ ഗാംഭീര്യമൊന്നും ആ വീടിനുള്ളിൽ ഏശിയില്ല. സുലഭ തന്റെ പിടിവാശിയിൽ ഉറച്ചുനിന്നു. മാളുവിനെ ആകാശിൽ നിന്നും അകറ്റാൻ അവർ കണ്ടെത്തിയ വഴി എത്രയും വേഗം അവളുടെ വിവാഹം നടത്തുക എന്നതായിരുന്നു. വരന്റെ വരവ്. ഒരു ഞായറാഴ്ച രാവിലെ വലിയൊരു ആഡംബരക്കാർ വീടിനു മുന്നിൽ വന്നു നിന്നു. സുലഭയുടെ ദൂരെയുള്ള ഒരു ബന്ധുവഴി വന്ന ആലോചനയായിരുന്നു അത്. നഗരത്തിലെ വലിയൊരു ക്വാറി ഉടമയുടെ മകൻ വിപിൻ. സ്വർണമാലകളും വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച വിപിനെ കണ്ടപ്പോൾ തന്നെ സുലഭയുടെ കണ്ണ് മഞ്ഞളിച്ചു. എന്റെ മോൾക്ക് രാജകുമാരനെ പോലൊരു വരനെ തന്നെ കിട്ടി, സുലഭ അപ്പുണ്ണിയോട് അഹങ്കാരത്തോടെ പറഞ്ഞു. എന്നാൽ ആകാശ് അവിടെ ഉണ്ടായിരുന്നു. ഒരു കളക്ടറുടെ നിശിതമായ നിരീക്ഷണ ബുദ്ധി വിപിന്റെ കണ്ണുകളിലെ അസ്വാഭാവികമായ ചുവപ്പും അവന്റെ അമിതമായ വെപ്രാളവും ശ്രദ്ധിച്ചു. വിപിൻ സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകളിൽ ഒരുതരം പതർച്ചയുണ്ടായിരുന്നു. ആകാശിന്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി. വിപിനും കുടുംബവും പോയി കഴിഞ്ഞ ഉടനെ മാളു പൊട്ടിത്തെറിച്ചു. അമ്മേ, എനിക്ക് ഈ വിവാഹം വേണ്ട. എനിക്ക് ആകാശേട്ടനെ മതി. കളിക്കൂട്ടുകാരനായിരുന്ന കാലം മുതൽ ഞങ്ങളുടെ മനസ്സിൽ അതാണുള്ളത്. സുലഭ അവളുടെ മുഖത്തടിച്ചു. നിനക്ക് ആ പിണ്ടിയ മതിയെന്നോ? കളക്ടറായെന്ന് കരുതി അവന്റെ പഴയ വേരുകൾ മാറുമോ? മുക്കിലും മൂലയിലും കിടന്നവനെ എന്റെ മരുമകനാക്കാൻ എനിക്ക് പറ്റില്ല. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു, ഇനി മാറ്റമില്ല. മാള് കരഞ്ഞുകൊണ്ട് ആകാശിന്റെ അടുത്തേക്ക് ഓടി. ഏട്ടാ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഈ കല്യാണം നടന്നാൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ആകാശ് സങ്കടത്തോടെ അവളെ നോക്കി. അവന് മാളുവിനെ ചേർത്ത് പിടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പുണ്ണിയങ്കിൾ ആ വീട്ടിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അവനെ തളർത്തി. അവൻ മാളുവിനോട് പതുക്കെ പറഞ്ഞു. മാളു, അമ്മയ്ക്ക് നീയെന്ന് പറഞ്ഞാൽ ജീവനാണ്. അവർ നിന്റെ നല്ലതിനു വേണ്ടിയേ ചെയ്യൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഒന്നാകാൻ വേണ്ടി ഞാൻ അങ്കിളിനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് രാത്രി ആകാശ് തന്റെ ടീമിനെ രഹസ്യമായി വിളിപ്പിച്ചു. വിപിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ അവൻ നിർദ്ദേശിച്ചു. ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നതിലുപരി മാളുവിന്റെ ഏട്ടനായി അവൻ അവളുടെ സുരക്ഷ ആഗ്രഹിച്ചു. വിവാഹനിശ്ചയം ലളിതമായി നടത്താൻ സുലഭ തീരുമാനിച്ചു. ആ ചടങ്ങിൽ ആകാശ് പങ്കെടുക്കരുത് എന്നവർ കർശനമായി പറഞ്ഞു. ആകാശ് അന്ന് ക്യാമ്പ് ഓഫീസിലേക്ക് മാറി. പക്ഷെ അവന്റെ മനസ്സ് ആ വീട്ടിലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ നീറുന്ന ഹൃദയത്തോടെ മാളു വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചു. ഓരോ നിമിഷവും അവൾ ആകാശിന്റെ ഫോൺ കോളിനായി കാത്തിരുന്നു. പക്ഷെ ആകാശ് മൗനം പാലിച്ചു. അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി തന്റെ പ്രണയം ബലികൊടുക്കാൻ അവൻ തീരുമാനിച്ചതുപോലെ തോന്നി. വിവാഹ നിശ്ചയം കഴിഞ്ഞ് സുലഭ മാളുവിന്റെ മുറിയിലെത്തി. കണ്ടോ, എത്ര നല്ല കുടുംബമാ. നിനക്കിനി കൊട്ടാരം പോലെയുള്ള വീട്ടിൽ കഴിയാം. മാള് ഒന്നും മിണ്ടിയില്ല. ജനലിലൂടെ അവൾ ആകാശേട്ടൻ പണ്ട് നട്ടുനനച്ച മുല്ലച്ചെടിയിലേക്ക് നോക്കി നിന്നു. ആ ചെടിയിലെ പൂക്കൾ വാടി തുടങ്ങിയിരുന്നു. അതേസമയം വിപിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആകാശിന്റെ മേശപ്പുറത്ത് എത്തിത്തുടങ്ങുകയായിരുന്നു. വിപിൻ വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല. മാരകമായ ലഹരി മാഫിയയുടെ കണ്ണിയായിരുന്നു അയാൾ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ സുലഭയുടെ നേതൃത്വത്തിൽ തകൃതിയായി നടക്കുകയാണ്. വീട് പെയിന്റടിച്ചും പന്തലിടാൻ ആളെ നിശ്ചയിച്ചും അവർ ആവേശത്തിലായിരുന്നു. എന്നാൽ ആകാശിന്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. വിപിനെക്കുറിച്ച് അവൻ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. വരന്റെ കറുത്ത വശങ്ങൾ ആകാശിന്റെ വിശ്വസ്തനായ പോലീസ് ഓഫീസർ റഹീം അവന് ചില ഫയലുകൾ കൈമാറി. സാർ, വിപിൻ വെറുമൊരു മദ്യപാനി മാത്രമല്ല. നഗരത്തിലെ സിന്തറ്റിക് മയക്കുമരുന്ന് മാഫിയയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. പല കേസുകളിൽ നിന്നും പണം കൊടുത്ത് രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ പോലീസ് ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് വായിച്ച ആകാശിന്റെ കൈകൾ വിറച്ചു. മാളുവിന്റെ ജീവിതം ഒരു വലിയ ഗർത്തത്തിലേക്കാണ് വീഴാൻ പോകുന്നത്. അവനുടനെ വീട്ടിലെത്തി സുലഭയോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അമ്മേ, ആ വിപിൻ ശരിയല്ല. അയാൾ ലഹരി മാഫിയയുമായി ബന്ധമുള്ള ആളാണ്. ദയവ് ചെയ്ത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം, ആകാശ് വിനയത്തോടെ പറഞ്ഞു. സുലഭ പരിഹാസത്തോടെ ചിരിച്ചു. ഓ, അപ്പൊ കളക്ടർക്ക് എന്റെ മോക്ക് കിട്ടിയ നല്ല ബന്ധം കണ്ടപ്പോൾ അസൂയ തുടങ്ങിയല്ലേ? പണക്കാരനായ ഒരാൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി അത് മുടക്കാൻ നോക്കണ്ട. നീ നിന്റെ പണി നോക്കി പോടാ. അപ്പുണ്ണി ഇടയിൽ കയറി സംസാരിച്ചെങ്കിലും സുലഭ അയാളെയും ഒന്നും മിണ്ടാൻ അനുവദിച്ചില്ല. ആകാശ് നിസ്സഹായനായി. ഒരു കളക്ടർ എന്ന നിലയിൽ നിയമപരമായി നീങ്ങിയാൽ അത് മാളുവിന്റെ വിവാഹം മുടക്കാൻ താൻ ചെയ്യുന്ന ഗൂഢാലോചനയാണെന്ന് സുലഭ നാട്ടുകാരോട് പറയും. മാളു ആകാശിനെ കാണാൻ അവന്റെ മുറിയിലെത്തി. ഏട്ടാ, അമ്മ പറയുന്നത് സത്യമാണോ? ഏട്ടൻ ഈ കല്യാണം മുടക്കാൻ നോക്കുകയാണോ? ആകാശ് അവളുടെ കൈപിടിച്ചു. മാളു, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ആ ചെക്കൻ നിന്റെ ജീവിതം നശിപ്പിക്കും. അവനൊരു കുറ്റവാളിയാണ്. നീ ഇത് അമ്മയോട് പറയണം. അമ്മ കേൾക്കില്ല ഏട്ടാ. അമ്മക്ക് ഏട്ടനെ ഇപ്പോഴും വെറുപ്പാണ്. എനിക്ക് വേണ്ടി ഏട്ടൻ ഇത് സഹിക്കണം. അമ്മയുടെ സമാധാനത്തിനു വേണ്ടി ഞാൻ ആ നരകത്തിലേക്ക് പോകാൻ തയ്യാറാണ്, മാളു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിവാഹത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആകാശ് മാളുവിനെ തനിയെ വിളിച്ചു. ഒരു കളക്ടറുടെ അധികാരമോ സ്നേഹിതന്റെ അവകാശമോ അല്ല അവൻ അവിടെ കാണിച്ചത്. മാളു,
അമ്മക്ക് നീ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവർ കണ്ടുവെച്ച ആൾ മോശമാണെന്ന് അവർക്കറിയില്ല. നീ അവരെ വേദനിപ്പിക്കരുത്. അമ്മ സന്തോഷമായിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. എന്നെ നീ മറന്നേക്കൂ. അമ്മ പറയുന്ന ആളെ കല്യാണം കഴിച്ച് നീ സന്തോഷത്തോടെ ജീവിക്ക്. ആകാശ് ഇത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. തന്റെ പ്രണയത്തെക്കാൾ വലുത് ആ വീടിന്റെ ഐക്യമാണെന്ന് അവന് കരുതി. പക്ഷെ ആകാശ് വിചാരിച്ചതുപോലെ എല്ലാം ശുഭകരമാകില്ലെന്ന് വിധിക്കറിയാമായിരുന്നു. വിവാഹ ദിവസം ആകാശ് തന്റെ ഏറ്റവും വലിയ ഔദ്യോഗിക ദൗത്യത്തിന് കൂടി തയ്യാറെടുക്കുകയായിരുന്നു. അത് തന്റെ സഹോദരിയെപ്പോലെ സ്നേഹിച്ച മാളുവിന്റെ ജീവിതം രക്ഷിക്കാനുള്ള അവസാന പോരാട്ടമായിരുന്നു. അപ്പുണ്ണിയുടെ വീട് കല്യാണമേളങ്ങളാൽ മുഖരിതമാകുമ്പോൾ അപ്പുറത്ത് പോലീസ് വണ്ടികൾ സൈലന്റാക്കി വിപിന്റെ താവളം വളയുകയായിരുന്നു. വിവാഹ ദിവസം പുലർന്നു. അപ്പുണ്ണിയുടെ വീട് പൂക്കളാലും വിളക്കുകളാലും അലങ്കൃതമായിരുന്നെങ്കിലും അവിടെ ഒരു കനത്ത നിശബ്ദത തളങ്കിട്ട് നിന്നു. ആകാശ് രാവിലെ തന്നെ പട്ടുടുത്ത് എല്ലാവരെയും സ്വീകരിക്കാൻ മുന്നിലുണ്ടായിരുന്നു. തന്റെ ഉള്ളിലിരിയുന്ന അഗ്നിപർവ്വതം പുറത്ത് കാണിക്കാതെ അവൻ ഓരോരുത്തരെയും ചിരിച്ചു സ്വീകരിച്ചു. മാളുവിന്റെ മൗനം. മാളുവിനെ അണിയിച്ചൊരുക്കുമ്പോൾ സുലഭയുടെ മുഖത്ത് വലിയൊരു വിജയത്തിന്റെ തിളക്കമായിരുന്നു. പക്ഷേ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന മാളു ഒരു ജീവനറ്റ പ്രതിമയെ പോലെ തോന്നിപ്പിച്ചു. ആകാശ് പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അമ്മയെ വേദനിപ്പിക്കരുത്. അമ്മ പറയുന്നത് കേൾക്കണം. അമ്മയുടെ സന്തോഷത്തിനായി താൻ ബലിയാടാകാൻ പോവുകയാണെന്ന് അവൾ ഉറപ്പിച്ചു. കണ്ണുനീർ പുറത്തു വരാതിരിക്കാൻ അവൾ ശ്വാസം അടക്കിപ്പിടിച്ചു. വിവാഹ മണ്ഡപത്തിലേക്ക് പോകാൻ സമയമായി. മാളുവും ആകാശും തമ്മിൽ സംസാരിക്കുന്നത് സുലഭ അവിചാരിതമായി ജനൽക്കൽ നിന്ന് കേട്ടു. മാളു, അവസാന നിമിഷവും ഞാൻ പറയുകയാണ്, അമ്മയ്ക്ക് വേണ്ടി നീ സന്തോഷത്തോടെ ഇരിക്കണം. എന്നെക്കുറിച്ചോ എന്റെ സങ്കടങ്ങളെക്കുറിച്ചോ നീ ഓർക്കരുത്. അമ്മ കാണിക്കുന്ന ആ ചെറുക്കനെ വിവാഹം കഴിച്ച് നീ നല്ലൊരു ജീവിതം നയിക്കണം. അമ്മക്ക് നീയല്ലാതെ മറ്റാരുമില്ല. ആകാശ് വിതുമ്പലോടെ പറഞ്ഞു. മാള് വിങ്ങിക്കരഞ്ഞു. ഏട്ടാ, എനിക്ക് അമ്മയെ പേടിയാ. പക്ഷേ ഏട്ടനില്ലാതെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആ താലിക്ക് കഴുത്തു നീട്ടും. താൻ അത്രയേറെ ദ്രോഹിച്ചിട്ടും തന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം പ്രണയം ബലികൊടുക്കാൻ പറയുന്ന ആകാശിന്റെ വാക്കുകൾ സുലഭയുടെ കരിങ്കല്ല് പോലുള്ള മനസ്സിൽ ആദ്യമായി ഒരു വിള്ളലുണ്ടാക്കി. പക്ഷെ അവരുടെ വാശി അപ്പോഴും പൂർണ്ണമായി മാറിയിരുന്നില്ല. മുഹൂർത്തമായി. വിപിനും സംഘവും ആഡംബരത്തോടെ മണ്ഡപത്തിലെത്തി. താലികെട്ടാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി സൈറൺ മുഴക്കി പോലീസ് ജീപ്പുകൾ മണ്ഡപം വളഞ്ഞു. വിവാഹത്തിന് വന്നവർ പരിഭ്രാന്തരായി. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടാണ് എത്തിയത്. അദ്ദേഹം വിപിന്റെ അടുത്തേക്ക് നടന്നു. വിപിൻ കഞ്ചാവും MDMA-യും കടത്തിയ കേസിൽ താങ്കൾ അറസ്റ്റിലാണ്. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ ഗോഡൌണിൽ നിന്ന് വലിയൊരു ലഹരിമരുന്ന് ശേഖരം ഞങ്ങൾ പിടികൂടി. നിങ്ങളുടെ കൂട്ടാളികളെല്ലാം ഇപ്പോൾ കസ്റ്റഡിയിലാണ്. വിപിന്റെ മുഖത്തെ ചായം ഉതിർന്നു വീണു. അവൻ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും പോലീസ് അവനെ വിലങ്ങ് വെച്ചു. വിപിന്റെ പിതാവ് പണം കൊണ്ട് സ്വാധീനിക്കാൻ നോക്കിയെങ്കിലും കമ്മീഷണർ തറപ്പിച്ചു പറഞ്ഞു, ഇത് ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ഓപ്പറേഷനാണ്. ഇവിടെ ആരുടെയും സ്വാധീനം നടപ്പില്ല. നാട്ടുകാർക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. സുലഭ തകർന്നു പോയി. തന്റെ മകളെ താലി ചാർത്താൻ പോകുന്നത് ഒരു ക്രിമിനലാണെന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ബന്ധുക്കളും നാട്ടുകാരും ഓരോരുത്തരായി പടിയിറങ്ങാൻ തുടങ്ങി. മണ്ഡപം ശൂന്യമായി. മാള് തകർന്ന് മണ്ണിലേക്കിരുന്നു. തന്റെ മകളുടെ തകർന്ന മുഖത്തേക്ക് നോക്കി. തന്റെ വാശി ഒരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കുകയായിരുന്നു എന്നവർ അന്നാണ് തിരിച്ചറിഞ്ഞത്. ആകാശ ദൂരെ മാറി നിന്ന് അപ്പുണ്ണിയെ ആശ്വസിപ്പിക്കുകയായിരുന്നു. സുലഭ പതുക്കെ ആകാശിന്റെ അടുത്തേക്ക് നടന്നു. അവരുടെ കണ്ണുകളിൽ ആദ്യമായി വെറുപ്പിന് പകരം പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. മണ്ഡപത്തിൽ നിശബ്ദത ഭയാനകമായിരുന്നു. വിപിനെ പോലീസ് കൊണ്ടുപോയതോടെ അതുവരെ ആഘോഷമായിരുന്ന കല്യാണ വീട് ഒരു ശ്മശാനം പോലെയായി. വന്നവരൊക്കെ പെറുപെറുത്തുകൊണ്ട് പടിയിറങ്ങി. മകളെ ഒരു ക്രിമിനലിന് വിട്ടുകൊടുക്കാൻ തുനിഞ്ഞ സുലഭയെ നാട്ടുകാർ പരിഹാസത്തോടെ നോക്കി. തിരിച്ചറിവിന്റെ കണ്ണുനീർ തകർന്നുപോയ സുലഭ വിറക്കുന്ന കാലുകളോടെ പടവുകൾ ഇറങ്ങി. മാളു മണ്ഡപത്തിന്റെ ഒരു മൂലയിൽ തളർന്നിരിക്കുന്നുണ്ടായിരുന്നു. സുലഭയുടെ കണ്ണുകൾ അവിടെയെല്ലാം ആകാശിനെ തിരഞ്ഞു. മണ്ഡപത്തിന്റെ പിന്നിൽ മാഞ്ഞു പോകുന്ന അതിഥികളെ നോക്കി നിസ്സംഗനായി നിൽക്കുന്ന ആകാശിനെ അവർ കണ്ടു. അവരവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആകാശ് അവരെ കണ്ടപ്പോൾ ബഹുമാനത്തോടെ മാറി നിന്നു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുലഭ ആകാശിന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. മകനെ, എന്നോട് ക്ഷമിക്ക്. ഞാൻ നിന്നെ തെണ്ടിയെന്നും അന്യനെന്നും വിളിച്ച് ആട്ടിയകറ്റി. എന്നിട്ടും നീ എന്റെ മോൾക്ക് വേണ്ടി നിന്റെ ജീവിതം മാറ്റിവെച്ചു. ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മകൾ ഒരു നരകത്തിലേക്ക് വീണു പോയേനെ. സുലഭ ആകാശിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ആകാശ് അവരുടെ കൈകൾ പിടിച്ചുയർത്തി. അമ്മേ, എനിക്ക് ആരോടും പരിഭവമില്ല. എന്റെ അമ്മയും അച്ഛനും പോയപ്പോൾ എനിക്ക് ഈ വീട് തന്നത് അമ്മയല്ലേ. അത് മറക്കാൻ എനിക്ക് കഴിയില്ല. സുലഭ പതുക്കെ മാളുവിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈപിടിച്ച് ആകാശിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അപ്പുണ്ണിയെ നോക്കി. അപ്പുണ്ണിയുടെ കണ്ണുകളിൽ വർഷങ്ങളായി കാത്തിരുന്ന ഒരാശ്വാസം തെളിഞ്ഞു. സുലഭ ആകാശിനോട് ചോദിച്ചു, എന്റെ മോളെ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ആകാശു, നിന്നെക്കാൾ നന്നായി അവളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്ന് ഈ അമ്മ വൈകിയാണെങ്കിലും മനസ്സിലാക്കുന്നു.
ആകാശ് മാളുവിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രണയവും സന്തോഷവും കലർന്ന കണ്ണുനീർ മുത്തുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ആകാശ് ഒരു നിമിഷം ആലോചിച്ച ശേഷം പതുക്കെ തലയാട്ടി. ആ മണ്ഡപത്തിൽ വീണ്ടും മംഗളവാദ്യങ്ങൾ മുഴങ്ങി. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ അപ്പുണ്ണി എടുത്തു നൽകിയ താലി ആകാശ് മാളുവിന്റെ കഴുത്തിൽ ചാർത്തി. കളിക്കൂട്ടുകാരായി തുടങ്ങിയ ആ ബന്ധം കഷ്ടപ്പാടുകളുടെയും അവഗണനയുടെയും തീച്ചൂളയിൽ വെന്തുരുകി ഒടുവിൽ പരിശുദ്ധമായ പ്രണയമായി മാറി. മാളുവിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ ആകാശ് ഓർത്തു തന്റെ ബാല്യത്തിലെ ആ കറുത്ത രാത്രികളെ. പട്ടിണിയും പീഡനവും ഇല്ലാതിരുന്നെങ്കിൽ താൻ ഈ നിലയിൽ എത്തില്ലായിരുന്നു. തന്റെ ഓരോ തളർച്ചയിലും കരുത്തായി മാറിയ മാളുവിനെ അവൻ ചേർത്ത് പിടിച്ചു. സുലഭ ആകാശിന് മധുരം നൽകുമ്പോൾ അവരുടെ ഉള്ളിലെ വെറുപ്പ് പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു. അവർ പതുക്കെ അവന്റെ കാതിൽ പറഞ്ഞു, നീ ഈ വീടിന്റെ ഐശ്വര്യമാണ് മോനെ. മഴ പെയ്തു തോർന്ന ഒരു പ്രഭാതം പോലെ സങ്കടങ്ങൾ മാറി. അവരുടെ ജീവിതത്തിൽ പുതിയൊരു പുലരി ഉദിച്ചു. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാളുവും ആകാശവും യാത്ര തിരിക്കുമ്പോൾ കാറിന്റെ പിൻസീറ്റിൽ അപ്പുണ്ണിയും സുലഭയും ഉണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് ആ യാത്ര തെളിയിച്ചു.